Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ട നടപടികൾക്ക് പയ്യന്നൂർ ഡിപ്പോയിലും തുടക്കമായി. പ്രതിദിന സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുപ്പും ടിക്കറ്റിൽ സ്ത്രീ പുരുഷ വിഭാഗങ്ങൾ രേഖപ്പെടുത്തലുമാണ് പയ്യന്നൂർ ഡിപ്പോയിൽ നടക്കുന്നത്. വാ, ആനവണ്ടിയിലൊരു യാത്ര പോകാം. ഒരു യാത്ര പോകാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ടിക്കറ്റിൽ ഇതുവരെ ഇല്ലാത്തൊരു മാറ്റം. ടിക്കറ്റിൽ ഫീമെയിൽ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ ഒരു ഗ്യാരണ്ടിയായ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ കണക്കെടുപ്പിൻ്റെ ഭാഗമായാണ് ഈ ഒരു മെയിൽ ഫീമെയിൽ എന്ന കാറ്റഗറി തിരിച്ച് അത് ടിക്കറ്റിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാ? ഇതിൽ ഇന്നു മുതൽ വന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ മെയില് ഫീമെയില് എന്ന ഇതാണ് മിഷനിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് കൊടുക്കുന്നത് ഫീമെയിലും പുരുഷനും മെയിലും ചെയ്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത്. ടിക്കറ്റ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ മെയില് ഫീമെയില് അടിസ്ഥാനത്തിൽ ടിക്കറ്റ് വിതരണം നടത്തുമ്പോൾ കുറച്ച് താമസം എടുക്കുന്നത് ടിക്കറ്റ് കൊടുക്കാം. ഗവൺമെൻറ് കണക്കെടുപ്പ് പുതിയ ഗവൺമെൻറ് കണക്കെടുപ്പിൻ്റെ ഭാഗമാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സ്ത്രീ യാത്രക്കാർക്കായിരുന്ന ചീമേനി റൂട്ടിലേക്കുള്ള KSRTCയിലാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത സ്ത്രീകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഇതുവരെ കാണാത്തൊരു പ്രത്യേകത ഇന്നത്തെ ടിക്കറ്റിൽ കണ്ടു. എന്താണെന്ന് ശ്രദ്ധിച്ചോ? ഫീമെയിൽ എന്നൊരു ഓപ്ഷൻ വന്നല്ലേ? അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാൻ കാരണം എന്നറിയോ? KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് എത്രത്തോളം സ്ത്രീകൾക്ക് അത് പ്രയോജനപ്പെടും? സ്ത്രീകൾക്ക് പ്രയോജനം തന്നെയാണ്. ജോലിക്ക് പോകുന്നതാണ് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല, കറക്റ്റായിട്ടാവോ എന്ന് വിശ്വാസപ്പെടും. സ്ത്രീകൾക്ക് വളരെ നല്ലത് തന്നെയാണ്. എല്ലാവർക്കും ജോലി സ്ഥലത്തും അവിടെ പോകാനെല്ലാം ഒക്കെ നല്ലതാണ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് 8 എടുക്കാൻ കഴിയാത്ത 10 എടുക്കുന്നതെന്ന് പറഞ്ഞ മാതിരിയാണ്. നേരത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 600 കൊടുക്കാണ്ട് 18 മാസം നിർത്തിയാണ് ഇപ്പം 3000 വീതം കൊടുക്കുന്നത്. അത് നടക്കുന്ന കാര്യം. നമ്മുടെ അഭിപ്രായത്തിൽ കർണാടകത്തിലുണ്ട്, കേരളത്തിലും നടക്കുന്ന വിചാരിക്കും. കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ ഈ ഫീ കൊടുക്കുന്നതിന് യോജിക്കുന്നു. പക്ഷെങ്കിൽ അത് സാധാരണക്കാരും പൈസക്കാരും ഉണ്ടല്ലോ. അപ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്നതാണ് ഞാൻ യോജിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള പല യാത്രക്കാരോടും നമ്മൾ സംസാരിച്ചു. പലർക്കും പല അഭിപ്രായങ്ങളാണുള്ളത്. എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഉറപ്പ് വന്നാൽ അത് അത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് സ്ത്രീകൾ ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്. നിത്യേന KSRTC ആശ്രയിക്കുന്ന ഒരുപാട് വനിതകളുണ്ട്. ആ ഒരു സ്ത്രീകൾക്ക് ഈ ഒരു സൗജന്യ യാത്ര എന്നത് അത്രത്തോളം പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഈ ഒരു കാറ്റഗറി തിരിച്ച് ഇന്നു മുതൽ കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. നിത്യേന എത്ര സ്ത്രീകൾ കയറുന്നു അതിനനുസരിച്ച് വേണം അതിനുള്ള ഒരു മാസത്തെ ചിലവും അതുപോലെ എത്രത്തോളം പൈസ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട് എന്നൊക്കെ തീരുമാനിക്കാൻ അതിനുള്ള ഒരു ട്രയൽ എന്ന രൂപേണയാണ് ഇന്നു മുതൽ കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ആശിഷ് കണ്ടൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ മണ്ഡലത്തിൽ BJPയിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടായെന്ന വാർത്ത വാസ്തവവിരുദ്ധമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ കാളീശ്വരം. സ്വന്തം പരാജയം മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ഗംഗാധരൻ അവകാശപ്പെട്ടു.
BJPയുടെ വോട്ട് ചോർച്ചയുണ്ടായി എന്ന് നിങ്ങളുടെ ചോദ്യം കൃത്യമായി അപ്രസക്തമാണ്. കാരണം ഇവിടെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇവിടുത്തെ CPMൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഇവിടുത്തെ വിമത സ്ഥാനാർത്ഥിയുമാണ് മത്സരിച്ചത്. ഈ മത്സരത്തിൽ ഇവിടുത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അമ്പയെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ പരാജയം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ മാത്രമാണുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് ഇത്. ഇന്നലെ കണ്ട ദേശാഭിമാനിയിൽ കണ്ട വാർത്ത, ആ വാർത്ത തീർച്ചയായും അടിസ്ഥാനരഹിതമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ യാതൊരു മാറ്റവും പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി പാർട്ടി CPM പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി വളരെ വിശദമായി പഠിക്കും, അത് പരിശോധിക്കും. അതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാവും. അത് ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പു തരുന്നു. അല്ലെങ്കിൽ വ്യക്തിപരമായും പാർട്ടിക്കുമെതിരായി ദേശാഭിമാനി ഉയർത്തിയ ഈ അപവാദങ്ങൾ അതിൽ കഴമ്പില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിയമപരമായിട്ട് നേരിടുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഈ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്, അതിലുള്ള വിജയവും പരാജയവും ഇവിടുത്തെ വോട്ടർമാർ ആത്മപരിശോധന നടത്തേണ്ടതാണ്. കാര്യം കഴിഞ്ഞ 1965 മുതൽ രൂപീകൃതമായെന്നു മുതൽ പയ്യന്നൂരിൽ ഇടതുപക്ഷം ഭരിച്ചിട്ട് ഇടതുകാലിനുള്ള മന്ത് ഇപ്പോൾ വലതുകാലിന് ഇട്ട അവസ്ഥയാണ്. നിങ്ങൾ കുറച്ചുകൂടി ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദേശീയതയുടെ മുഖമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ഇവിടെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ CPMൽ ഇത്ര വർഷമുണ്ടായിരുന്ന V. കുഞ്ഞികൃഷ്ണൻ ജയിക്കുകയുമായിരുന്നില്ല. ഇതുവരെ നടന്ന ഇവിടെ V. കുഞ്ഞികൃഷ്ണൻ കൊണ്ടുവന്ന എല്ലാ അപവാദങ്ങളും അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട്. അന്നൊന്നും മിണ്ടാതെ ഇന്ന് അദ്ദേഹം ഒരു അധികാരത്തിന് വേണ്ടി അവിടുന്ന് വിമതരായി മാറി മത്സരിച്ചു, ജയിക്കപ്പെട്ടു. അത് സത്യമാണ്. പക്ഷേ ഇത് ഇവിടുത്തെ വോട്ടർമാർ കൃത്യമായി നിങ്ങൾ ചിന്തിക്കണം. നാളെ നമ്മൾ ഇന്ന് ജയിച്ച വിമത സ്ഥാനാർത്ഥി CPMലേക്ക് പോകില്ല എന്നുള്ള വിശ്വാസമൊന്നും ഇവിടുത്തെ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ഇവിടുത്തെ വോട്ടർമാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. CPMൽ തന്നെ ഉള്ള രണ്ടാൾക്കാർ ഇതുവരെ അവർ ഒക്കെ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരായവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്ന് ഒരാൾ ജയിച്ചു എന്നുള്ളതല്ലാതെ ഇത് ഒരു കൃത്യമായ ഒരു ജനഹിതമായിട്ട് BJP കരുതുന്നില്ല. അഴകേറും ഏഴോം പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക്. പദ്ധതിയുടെ ഭാഗമായി എരിപുരം ട്രാഫിക് സർക്കിളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂന്തോട്ടമൊരുക്കും. ജനകീയ കൂട്ടായ്മയിൽ ഏഴോത്ത് ശുചീകരണ പദ്ധതിക്ക് തുടക്കമായി. അഴകേറും ഏഴോം എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി. മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി മികച്ച രീതിയിൽ തുടരുകയാണ് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയും. ഇതിന്റെ ഭാഗമായി ഏഴോം ഗ്രാമപഞ്ചായത്തിലെ എരിപുരം ട്രാഫിക് സർക്കിൾ പൂന്തോട്ടമാക്കി മാറ്റും. കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്ത് ശുചീകരണ പ്രവൃത്തി നടത്തി. ഏഴോം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഹരിതകർമ്മസേനയും തൊഴിലുറപ്പ് തൊഴിലാളികളും വ്യാപാരികളും ആരോഗ്യവകുപ്പ് ജീവനക്കാരും ഉൾപ്പെടെ ജനകീയ കൂട്ടായ്മയിലാണ് ശുചീകരണ പ്രവൃത്തി സംഘടിപ്പിക്കുന്നത്. മഴക്കാലം എത്തുന്നതിന് മുൻപ് നാടും നഗരവും ശുചീകരിച്ച് പകർച്ചവ്യാധി തടയുക എന്ന ലക്ഷ്യവും പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത പറഞ്ഞു. പഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഏപ്രിൽ മാസം മുതൽ തന്നെ നമ്മൾ 15 വാർഡുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഇന്ന് KSEB മുതൽ നമ്മൾ എരിപുരം സർക്കിൾ വരെയാണ് ഇന്നത്തെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. അതുപോലെ നാളെ നെരുവമ്പ്രം ടൗണ്, അതുപോലെ തൊട്ടടുത്ത ദിവസം കൈവേലി ടൗണൊക്കെ നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് 15-ാം തീയതി പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് ശുചീകരിക്കാൻ വേണ്ടി ഒരു ഡേറ്റ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അതും നടത്തും. അപ്പോൾ ഒരു ശുചീകരണ പ്രവർത്തനം എന്നുള്ളത് ഒരു തുടർ പ്രവർത്തനമാണ്. നമുക്കറിയാം, ഒരു ദിവസം 2 ദിവസം കൊണ്ട് നിർത്തേണ്ടതല്ല, നമുക്കൊരു തുടർ പ്രവർത്തനമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ മഴക്കാലത്തിന് മുന്നെയാണ് ഈ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. തിടിൽ രവീന്ദ്രൻ, A. ശ്രീകല, ലേഖ ലിനീഷ്, K. ഷിജി, MV രാജീവൻ, K. മനീഷ, K. ഷിജി, T. പ്രീത, ഷൈനി BP, പ്രിയ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ലളിതകലാ അക്കാദമിയുടെയും ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയുടെയും നേതൃത്വത്തിൽ ദ്വിദിന ചിത്രരചന ക്യാമ്പ് തുടങ്ങി. അക്കാദമി അങ്കണത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം
ചെമ്പ്രഗാനം ഉദ്ഘാടനം ചെയ്തു. LP മുതൽ +2 വരെ പഠിക്കുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 70-ൽ പരം വിദ്യാർത്ഥികളാണ് ദിശ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചെമ്പ്രഗാനം ചിത്രശില്പകലാ അങ്കണത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതിന്റെ ഭാഗമായി തീരുന്നു എന്നുള്ളതെല്ലാം ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇതിന്റെ പിന്നിൽ ചാലകശക്തികളായി പ്രവർത്തിക്കുന്ന അതിന്റെ കമ്മിറ്റിയുണ്ട്. അതോടൊപ്പം കുട്ടികൾ നന്നായി തുടരുന്നുണ്ട്. സർവോപരി സർവാധരണീയനായിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്ററുടെ നേതൃപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഈ കാസർഗോഡിന്, വടക്കേ മലബാറിന് അഭിമാനകരമായൊരു സ്ഥാപനം കേരളത്തിൽ തലകുയർത്തിപ്പിടിച്ച് ഭാവിയിൽ നാടിന് അഭിമാനമായ ഒരുപാട് പ്രതിഭാശാലികളെ സൃഷ്ടിച്ചെടുക്കുന്ന സ്ഥാപനമായി ഈ സ്ഥാപനം മാറും എന്ന തികഞ്ഞ പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനിപ്പിക്കുകയാണ്. ചിത്രശില്പകലാ അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ മുഖ്യാതിഥിയായി. അക്കാദമി രക്ഷാധികാരി M പവിത്രൻ, PTA പ്രസിഡന്റ് അനിൽ നീലാംബരി, TV കുഞ്ഞിരാമൻ, ഉദിനൂർ സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചിത്രകലാ അധ്യാപകരായ തിരുവനന്തപുരം അശ്വിനി അശോക്, SS അശ്വതി, K അഭിമന്യു, വയനാട് എന്നിവരാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് നയിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്കുത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തൽ അഴിച്ചുമാറ്റി തുടങ്ങി. പന്തലിനായി ഉപയോഗിച്ച ഓല കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോയി. തേക്കിൻകാലുകൾ ഇനി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സൂക്ഷിക്കും. വിഷുവിളക്കുത്സവത്തിന്റെ ഭാഗമായി ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ സ്ഥാപിച്ച വട്ടപ്പന്തൽ കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ്. പൂർണ്ണമായും ജൈവരീതിയിലാണ് പന്തലിന്റെ നിർമ്മാണം. 101 തേക്കിൻകാലുകളും മുള, ഓല, വാരി എന്നിവ കൊണ്ടുമാണ് പന്തലൊരുക്കിയത്. 1 മാസത്തോളം നീണ്ട പരിശ്രമത്തിന്റെ ഭാഗമായാണ് പന്തൽ നിർമ്മിച്ചത്. വിഷുവിളക്കുത്സവം അവസാനിച്ചതോടെയാണ് വട്ടപ്പന്തൽ അഴിച്ചു മാറ്റുന്നത്. പന്തലിനായി നിർമ്മിച്ച തേക്കിൻ തൂണുകൾ ക്ഷേത്രത്തിൽ സൂക്ഷിക്കും. ഇത് വരും വർഷങ്ങളിലും ഉപയോഗിക്കും. വട്ടപ്പന്തലിനായി ഉപയോഗിച്ച ഓല കൊട്ടിയൂർ ക്ഷേത്രോത്സവത്തിന് പന്തലൊരുക്കുന്നതിനായി കൊണ്ടുപോയി. മുളയും മറ്റ് അനുബന്ധ സാധനങ്ങളും വിൽപ്പന നടത്തും. വട്ടപ്പന്തൽ ഇപ്പം ഉത്സവത്തിന് 1 മാസം മുമ്പേ വട്ടപ്പന്തലിൻ്റെ പണി തുടങ്ങി. അപ്പോൾ വട്ടപ്പന്തലിന് ഇത്ര തേക്കിൻകാല്, 101 തേക്കിൻകാല്, 1000-ലധികം മുളകൾ, 10,000 കണക്കിന് ഓലകൾ. പലതവണ ഈ വട്ടപ്പന്തൽ ഇന്നത്തെ പുതിയ ഇതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് പന്തലാക്കാമെന്ന് ഒരു ശ്രമം പലതവണയായിട്ട് നടന്നിട്ടുണ്ട്. ദൈവഹിതം അത് വേണ്ടായിരുന്നു. തനിമയോടെ എൻ്റെ ഓലവിറ്റ വട്ടപ്പന്തലിൽ വേണം എന്നും പറഞ്ഞിട്ട് ആ തനിമ നല്ല ആൾ ഇഷ്ടപ്പെടുകയോ മാത്രമല്ല, എല്ലാവരുടെയും മനസ്സിൽ വട്ടപ്പന്തൽ ഒരു ദീപസ്തംഭം മഹാശരിയാണ്. വട്ടപ്പന്തൽ എന്നും ഗൃഹാതുരതയുടെ ഓർമ്മകൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. വിദേശത്തുള്ളവർ പോലും അവധിയെടുത്ത് നാട്ടിലെത്തി ഉത്സവാഘോഷത്തിൽ വട്ടപ്പന്തലിൽ ഒത്തുചേരാറുണ്ട്. ഇനി വീണ്ടും ഒരു വിഷുവിളക്കുത്സവത്തിനുള്ള കാത്തിരിപ്പിലാണ് ചെറുകുന്ന് ദേശവാസികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയം TV കൃഷ്ണൻ മാസ്റ്റർ ചരമദിനാചരണവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പയ്യന്നൂർ ചേംബർ ഹാളിൽ വെച്ച് നടന്നു. നാടക സിനിമാ സംവിധായകൻ MT അന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. TV കൃഷ്ണൻ മാസ്റ്റർ ചരമദിനാചരണവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പയ്യന്നൂർ ചേംബർ ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ നാടക സിനിമാ സംവിധായകൻ MT അന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അതായത് കൃഷ്ണമാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ എനിക്കറിയാവുന്ന ഒരു അധ്യാപകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, സർവോപരി കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. നാരായണൻ PV അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ KK ജയപ്രകാശ് മുഖ്യാതിഥിയായി. സാഹിത്യകാരൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ അനുസ്മരണ ഭാഷണം നടത്തി. ചടങ്ങിൽ രമേശൻ KP സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ അരവിന്ദൻ മാസ്റ്റർ, KV നാരായണൻ മാസ്റ്റർ, S രാജഗോപാലൻ, TK ജലജ, കാന രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഗീശ്വരി രാജ് നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1975-76 വർഷത്തിൽ 10ാം തരത്തിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികൾ സുവർണ വർഷ സ്മൃതി സംഗമം ഒരുക്കി. 50 വർഷം മുമ്പത്തെ സതീർത്ഥ്യ ഓർമ്മ നിലനിർത്തുന്ന തരത്തിൽ സുവനീർ പ്രസിദ്ധീകരിക്കുകയും കലാപരിപാടികൾ രംഗവൽക്കരിക്കുകയും ചെയ്തു.
10ാം തരത്തിൽ തങ്ങൾ പഠിച്ച വിദ്യാലയത്തിൽ ഭൂരിഭാഗം സഹപാഠികളും 2 തലമുറകൾ പിന്നിട്ട കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് സംഗമത്തിനായി എത്തിയത്. 1975-76 വർഷത്തെ SSLC ബാച്ചിലെ 120 അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും സുവർണ സ്മൃതി വർഷ സംഗമത്തിൽ പങ്കെടുത്തു. ചില സഹപാഠികളുടെയെങ്കിലും ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും 10 വർഷം മുൻപ് രൂപീകൃതമായ സ്നേഹം എന്ന കൂട്ടായ്മ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സുവർണ സ്മൃതി വർഷ സംഗമം പ്രമുഖ കവിയും സിനിമാ നടനുമായ ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു. എന്ന് കാവ്യകലത്തിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ആ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് അറിയില്ല, നിങ്ങൾ പഠിച്ച പാഠപുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് അറിയില്ല. കാവ്യകല അഥവാ 7ാം യുഗം എന്ന് പറയുന്നത് കവിതയെ കുറിച്ച് എല്ലാ കലയെ സംബന്ധിച്ച്, അത് നാടകമായാലും ചിത്രകലയായാലും സംഗീതമായാലും കലാപത്തിൽ നിന്ന് മനുഷ്യനെ കലയിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് സ്നേഹത്തിന്റെ തിരി കൊടുക്കുമ്പോഴാണ് മനുഷ്യനായി തീരുന്നത്. ഇത്തരം ഒരു സന്ദർഭത്തിൽ നമുക്കെല്ലാം 5 ഇന്ദ്രിയം കൊണ്ട് നാം അറിയുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ തൊക്കുകൊണ്ട് സ്പർശിച്ചറിയുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, കണ്ണ് മൂക്ക് നാക്ക്. ഇ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഈയക്കാട് വി നാരായണൻ മാസ്റ്റർക്ക് സ്മരണിക കൈമാറി. ശാസ്ത്ര സാഹിത്യകാരൻ PPK പൊതുവാൾ പ്രകാശനം നിർവഹിച്ചു. സാഹിത്യകാരൻ തൃക്കരിപ്പൂർ വേണു സ്മരണിക പരിചയപ്പെടുത്തി. K മോഹനൻ, M രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. ബാച്ച് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഭരതനാട്യം, തിരുവാതിര, ഒപ്പന, ഡ്രം വാദനം, ഗാനാലാപനം എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ തൈക്കോണ്ടോ ITF ചാമ്പ്യൻഷിപ്പ് മെയ് 11 പയ്യന്നൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലാ തൈക്കോണ്ടോ ITF ചാമ്പ്യൻഷിപ്പ് മെയ് 11 പയ്യന്നൂർ റാന്തവു ഇൻഡോർ കോർട്ടിൽ വെച്ച് നടക്കും. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് K വിജയകുമാരി അധ്യക്ഷത വഹിക്കും. UAE ചീഫ് ഇൻസ്ട്രക്ടറും 8ാം ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റുമായ സീനിയർ മാസ്റ്റർ അബ്ദുറഹ്മാനാണ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുക. റിട്ടയർഡ് SP ജോസി ചെറിയാൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി 250ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇതിൽ വിജയികളാകുന്നവർക്ക് നിലമ്പൂരിൽ വെച്ച് നടത്തുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും തുടർന്ന് ആന്ധ്രാപ്രദേശിൽ വെച്ച് നടക്കുന്ന സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിലും ഡിസംബറിലെ ദേശീയ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവത്തിന് സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി തീച്ചാമുണ്ടി, മടയിൽ ചാമുണ്ടി, രക്തചാമുണ്ടി, പുതിയ ഭഗവതി, കുണ്ടോർ ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. മെയ് 8 പുലർച്ചെ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനവും നടന്നു. 4 വർഷം ഇടവിട്ടാണ് ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവം നടത്താറുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നൂറ്റാണ്ടുകൾക്ക് ശേഷം പയ്യന്നൂർ കോറോം ചാലക്കോടിലെ ശ്രീ വൈരജാതൻ കോട്ടം ബ്രഹ്മരക്ഷസ് ആരൂഢത്തിൽ കളിയാട്ട മഹോത്സവം മെയ് 10 മുതൽ 13 വരെ നടക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കോറോം ചാലക്കോടിലെ ചരിത്രപ്രസിദ്ധമായ ശ്രീ വൈരജാതൻ കോട്ടം ബ്രഹ്മരക്ഷസ് ആരൂഢത്തിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഘടിപ്പിക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് മെയ് 10 ഞായറാഴ്ച തുടക്കമാകും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മെയ് 10 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് നട തുറക്കലോടെ ചടങ്ങുകൾ ആരംഭിക്കും. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കോറോം സെൻട്രൽ പെരുന്താറ്റിയൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കാഴ്ചവരവ് കോട്ടത്തിലെത്തിച്ചേരും. രാത്രി 8 മണിക്ക് വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവാതിര അരങ്ങേറും. മെയ് 12 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റങ്ങളും വെള്ളാട്ടവും നടക്കും. വൈകുന്നേരം 4 മണിക്ക് പിലാക്കോട് രാജേന്ദ്രൻ മാരാരും സംഘവും അവതരിപ്പിക്കുന്ന ഇരട്ടത്തായമ്പക. ഉത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ശ്രീ വൈരജാതനീശ്വരന്റെ പുറപ്പാട്.
ഉച്ചയ്ക്ക് തിരുമുടി അഴിക്കലിന് ശേഷം അന്നദാനത്തോടുകൂടി ചടങ്ങുകൾ സമാപിക്കും. ഭക്തജനങ്ങളുടെ തിരക്ക് പരിഗണിച്ച് വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.